സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ്റേത് കൊലപാതകമല്ല, ആത്മഹത്യ എന്ന പ്രതി നൌഷാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. വല്ലാത്തൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ വന്നിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയപ്പോൾ മറവ് ചെയ്യുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു എന്നാണ് പ്രതി പറയുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വന്ന് പോലീസിൽ കീഴടങ്ങുമെന്നും നൌഷാദ് വ്യക്തമാക്കുന്നു. കേസിൽ ഒന്നാം പ്രതി എന്നറിയപ്പെടുന്ന നൌഷാദാണ് ഞാൻ എങ്ങോട്ട് ഒളിച്ചോടിയിട്ടുമില്ല, മുങ്ങിയിട്ടുമില്ല. ഞാനിവിടെ 2 മാസത്തെ വിസിറ്റിങ്ങിന് ജോലിക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു വരുന്നതൊക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. അയാൾ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ പോകാമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചത്. സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിട്ട് അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. വയനാട്ടിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ ഒരു വെളിപ്പെടുത്തലോടെ ഈ സംഭവം വേറൊരു തിരിവിലേക്ക് പോകണല്ലോ, വളവിൽ തിരിവ് പോലെ. പറയൂ സുർജിത്ത്. SKN ഈ കേസിലെ പ്രതിയായിട്ടുള്ള നൌഷാദാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിക്കുന്നത്. ഇന്നലെയാണ് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഈ പോസ്റ്റിൽ അയാൾ പറയുന്ന കാര്യം താനിപ്പോൾ സൗദിയിലേക്ക് വന്നത് 2 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്കാണ്. പക്ഷേ പോലീസിൽ കീഴടങ്ങാൻ വേണ്ടി തന്നെയാണ് വരും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഇയാൾ നൽകുന്നത്. ചെയ്യാത്ത തെറ്റിന് പേരിൽ ജയിലിൽ കിടക്കാൻ തയ്യാറല്ല, ചെയ്ത തെറ്റിൻ്റെ പേരിൽ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. പക്ഷേ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിലിൽ കിടക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇയാൾ ഇതിൽ പ്രധാനമായും വെളിപ്പെടുത്തുന്ന കാര്യം ഈ ഹേമേന്ദ്രൻ്റേത് ആത്മഹത്യയാണ്, കൊലപാതകമല്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. തനിക്കും തൻ്റെ സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ ഹേമേന്ദ്രൻ പണം നൽകാനുണ്ട്, 30ഓളം പേർക്ക് പണം നൽകാൻ ഉണ്ട് എന്ന് ഹേമേന്ദ്രൻ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ പണം തേടി ഹേമേന്ദ്രനൊപ്പം കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും പണം ലഭിക്കാതെ വന്നു. പലയിടങ്ങളിൽ പൈസ കിട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ഇതിനുശേഷം ഹേമേന്ദ്രനെ വീട്ടിലാക്കി ശേഷം ഇയാൾ ഹേമേന്ദ്രൻ മടങ്ങി വരികയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മടങ്ങി വന്ന ശേഷം വീട്ടിൽ താമസിക്കാൻ അനുവാദം കൊടുത്തു, ഭക്ഷണം വാങ്ങി നൽകി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്രതി ആയിട്ടുള്ള ആൾ പറയുന്നത്. ഹേമേന്ദ്രനെ വീട്ടിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയുന്ന വാദം പോലീസിൻ്റെ കയ്യിൽ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഹേമേന്ദ്രനെ തങ്ങൾ വീട്ടിലേക്ക് ആക്കിയതാണ്. എന്നാൽ മൈസൂരിൽ നിന്ന് കുറച്ച് പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞാണ് ഹേമേന്ദ്രൻ തിരികെ എത്തിയത്. ഇതിനുശേഷം പിറ്റേ ദിവസം നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള കാര്യം പറയുന്നില്ല. ഇതേ തുടർന്ന് സുഹൃത്തിനെ വിളിച്ച ഘട്ടത്തിൽ സുഹൃത്തുക്കളാണ് പറഞ്ഞത് കുഴിച്ചിടാം എന്നുള്ളത്. അങ്ങനെയാണ് കുഴിച്ചിട്ടത്. 3 പേരും ചേർന്നാണ് കുഴിച്ചിട്ടത് എന്നുള്ള കാര്യമാണ് ഇയാൾ പങ്കുവെക്കുന്ന ഇത്. അതോടൊപ്പം ഹേമേന്ദ്രൻ ആത്മഹത്യ ചെയ്യാൻ തന്നെ വന്നതാണ്. ഈ പണം ലഭിക്കില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഹേമേന്ദ്രൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത്. ആവശ്യമെങ്കിൽ ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാമായിരുന്നു, അതായത് വീട്ടിലേക്ക് ആക്കിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട ലൊക്കേഷൻ അടക്കം പോലീസിൻ്റെ കൈവശമുണ്ട് എന്നുള്ള വാദമാണ് ഇയാൾ ഉയർത്തുന്നത്. അതോടൊപ്പം തിരികെ എത്തി അതിനുശേഷം ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ വന്നതാണ് എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഈ രാവിലെ മൃതദേഹം കണ്ട ഘട്ടത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് സുഹൃത്തുക്കളെ വിളിച്ചത്. അവരാണ് ഇങ്ങനെ കുഴിച്ചിടുക എന്നുള്ള കാര്യത്തിലേക്ക് പറഞ്ഞത് എന്നുള്ളതും ഇയാൾ പറയുന്നുണ്ട്. ഇതോടൊപ്പം എങ്ങോട്ടും താൻ മുങ്ങിയിട്ടില്ല, വിസിറ്റിംഗ് വിസയ്ക്കാണ് പോയിട്ടുള്ളത്, തിരിച്ചെത്തി ശേഷം പോലീസിൽ കീഴടങ്ങും, അടുത്ത ദിവസം തന്നെ എത്തും എന്നുള്ളതാണ് ഈ പ്രതിയായ നൌഷാദ് പറയുന്നത്. ഈ കേസിൽ ഈ പറയുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നേരത്തെ അറസ്റ്റിലായിട്ടുള്ള അജേഷും ജ്യോതിഷും ആകണം. എന്തായാലും പോലീസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ഇതിനിടയിലാണ് ഈ പ്രതിയുടെ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ അന്വേഷണം ഉണ്ടാകും. നൌഷാദിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതീവ ഗൗരവതരമായ വെളിപ്പെടുത്തലാണ്. ഗംഗാധരൻ ചോനത്ത് എന്ന് പറഞ്ഞ ആൾ സൗദിയിൽ നിന്ന് അയാൾ പറയുന്നു, തെമ്മാടിത്തരം പറയുകയാണ്, സൗദിയിൽ നിന്നാണ് പറയുന്നത്. മാത്രമല്ല ഹസീന ഷാജി പറയുന്നു, അങ്ങനെ ആത്മഹത്യയാണെങ്കിൽ പോലീസിനെ അറിയിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലാതെ 3 പേരോട് ചേർന്ന് കുഴിച്ചിടേണ്ട കാര്യമില്ലായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം അങ്ങനെ ഒരു അഭിപ്രായമാണ് പറയുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലാകുമല്ലോ. ഓക്കെ, എന്തായാലും കൂടുതൽ അന്വേഷണം പോലീസ് നടത്തട്ടെ. സൗദി അറേബ്യയിൽ നിന്ന് ഇദ്ദേഹം എത്തിച്ചേരുമെന്നാണല്ലോ പറയുന്നത്. കൂടുതൽ തെളിവുകൾ വരട്ടെ.